ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ KSRTC എക്സ്പ്രസ് ഓടിച്ചുകൊണ്ട് വന്നതാണ്. പാർട്ട് 2 വീഡിയോ ആണ്. കഴിഞ്ഞ പാർട്ട് കാണാത്തവരുടെ പോയി കാണുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവരുടെ പോയി കാണുക. അപ്പോൾ കഴിഞ്ഞ പാർട്ട് എന്താണ്, നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്നതായിരുന്നു. അപ്പോൾ ഈ പാർട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് തിരിച്ച് പോകുന്നതാണ്, ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ റിട്ടേൺ ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മച്ചാൻ കമൻറ്റ് ഇട്ടായിരുന്നു റിട്ടേൺ ട്രിപ്പ് വേണമെന്ന്. ഞാൻ പറഞ്ഞായിരുന്നു റിട്ടേൺ ട്രിപ്പ് വേണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോളാം. അപ്പോൾ ആ പുള്ളി കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ടതാണ് വീഡിയോ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തേ ഡോർ അടച്ചേക്കാം. നമ്മുടെ കണ്ടക്ടർ മച്ചാനൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ എടാ, എന്നാൽ വണ്ടി എടുക്കുമല്ലയോ? എടുക്കമ്മ, പിന്നെ അല്ലാതെ അങ്ങോട്ട് വണ്ടി എടുക്ക്, പവർ ആകട്ടെ അങ്ങോട്ട്. ഓക്കെ, അപ്പം നമ്മുടെ കിളിയണ്ണൻ്റെ അനുവാദത്തോടു കൂടി നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുവാണ്. ഓക്കെ, സൈഡിലൊന്നും വണ്ടി ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. എല്ലാവരും ഉറക്കമാണ് ഗൈസ്, ആരെയും നമുക്ക് ഉണത്തണ്ട, സൗണ്ടൊക്കെ വെച്ച് ഉണത്തണ്ട. എന്തായാലും പെതുക്കെ നമുക്ക് വർത്താനം പറയാം. എല്ലാവരും കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല സുഖമായിട്ട് ഉറങ്ങുവാണ്. നമ്മളാണ് വണ്ടി ഓടിക്കുന്നത് ഇവിടെ ഇരുന്ന്. അമ്മ ഞാനും കൂടെ പോയി കിടന്ന് ഉറങ്ങട്ടെ? വേണ്ട, നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഗൈസ്. അവൻ നമ്മളെ വിട്ടിട്ട് മുങ്ങാൻ നടക്കുവാണ്. നമ്മളിവിടെ വണ്ടി ഓടിക്കുമ്പോൾ അവൻ സുഖിച്ചുറങ്ങാനോ സമ്മതിക്കത്തില്ലടാ. ഇയാളെ കൊണ്ട് ഇന്നലത്തെ കല്യാണ ട്രിപ്പിന് ഞാനൊരു തുള്ളി ഉറങ്ങിയില്ല. 3 വണ്ടിയുടെ സൈഡ് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ. 3 വണ്ടിയോ? അതേതാ 3 വണ്ടി? നമ്മുടെ ലാസ്റ്റിലത്തെ സെഡസ്ത്ര 49 സീറ്റർ AATP ആക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിക്സ് അടിക്കാൻ കൊണ്ടിട്ടേക്കുമല്ലേ. അത് പോരാഞ്ഞ് നരസിംഹനാണെങ്കിൽ ട്രിപ്പിന് പോയേക്കുവാ, 3 ട്രിപ്പ് 3-4 ദിവസത്തെ. അപ്പം ഞാൻ ബ്ലാക്കിയെ മാത്രമേ വിട്ടുള്ളായിരുന്നല്ലോ. പിന്നെ അങ്ങനെ 3 വണ്ടി, വേറെ വണ്ടികൾ വന്നായിരുന്നു അവിടെ? വേറെ വണ്ടികൾ വന്നായിരുന്നല്ലോ. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ആ പ്രഡേറ്റർ എന്നും പറഞ്ഞുകൊണ്ടുള്ള ആ വണ്ടികളില്ലയോ, അങ്ങാരുടെ വണ്ടികൾ വന്നായിരുന്നു. അത് വേട്ടക്കാരെന്നും പറഞ്ഞുകൊണ്ട് ഒരു സെഡസ്ട്ര വന്നോണ്ട് അതുപോലെ പിന്നെ അവരുടെ തന്നെ ഒരു BMR കൂടെ വന്നു. BMRന് എന്തോ ലുക്കാന്നറിയാവോ. 2 വണ്ടി കൂടെ, നിങ്ങളുടെ വണ്ടിയും പിന്നെ അങ്ങാരുടെ വണ്ടികളുടെ പിക്സലൊക്കെ ഇട്ടിട്ട് ഓണാക്കിയിട്ടപ്പോൾ എന്നാ ലുക്കായിരുന്നെന്നറിയാവോ കാണാൻ. അങ്ങാരുടെ സെഡസ്ട്രയുണ്ട്, പിന്നെ അതുപോലെ ഒരു BMR ഉണ്ട്. ആള് കയറ്. ആടാ, ഞാൻ അവൻ്റെ വണ്ടിയാണോ വന്നേ? പൊളി. അവൻ്റെ വണ്ടി, ഈ 2 വണ്ടി ഇറക്കിയത് പോരാഞ്ഞത് ഇപ്പോൾ ഒരു സെഡോണും കൂടെ ഇറക്കി. ഇന്നലെ വീഡിയോ കണ്ടായിരുന്നു അവൻ്റെ. ഇന്നലെ വീഡിയോ വന്നായിരുന്നു യൂട്യൂബിൽ. കിടിലൻ ഒരു AATP സെഡോൺ, പൊളിയായിരുന്നത്. കണ്ട് സെറ്റായിരുന്നു. എന്നാ ലുക്കാ ആ വണ്ടിയൊക്കെ കാണാനായിട്ട്. ആടാ സത്യം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു ബസ്സിൻ്റെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓക്കെ ഇവിടെ ഒരു സ്റ്റോപ്പ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു സെഡസ്ത്ര ഇറങ്ങാനായിട്ട് പോവുകയാണ് ഗൈസ്. ഫുള്ള് ഗ്രാഫിക്സൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഇറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും വർക്കിനായിട്ട് കൊടുത്തേക്കുവാണ്. എന്തായാലും പണി കഴിഞ്ഞ് ഇറങ്ങട്ടെ, അപ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഇനി നമ്മൾ ചുരം ഭാഗമൊക്കെ എത്തിയിട്ട് വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ ചുരം ഭാഗമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതേ ലോറികളും കാറുകളും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ കയറ്റം ഇറക്കമൊക്കെയാണ്. വണ്ടി നിന്ന് പോകുമോയെന്നും അറിയത്തില്ല, ഓഫായി പോകുമോയെന്ന് അറിയത്തില്ല, കയറ്റം വലിക്കുമോയെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അതേ സൈഡിലൊരുത്തം കൊണ്ട് ഇടിച്ച് അവനൊക്കെ ഇവിടെ തന്നെ ഓവർടേക്ക് ചെയ്യണം. അതാണ് ആംബുലൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ ഒരു ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കുഴപ്പമല്ലേ? എനിക്ക് തോന്നുന്നു നമ്മുടെ വണ്ടിയുടെ കുഴപ്പമല്ലെന്ന്. അതായത് എല്ലാ വണ്ടികളും ബ്രേക്ക് ഡൗൺ ആവുന്നല്ലോ ഇവിടെ വരുന്നത്. അതോ ഇനി ഇവിടെ വല്ല പ്രേതബാധയുണ്ടോ? പ്രേതബാധയോ? അയ്യോ, പ്രേതബാധ വല്ലതും ഉണ്ടോ ഇവിടെ? എനിക്ക് പേടിയാവുന്നു. അയ്യോ, ഞാൻ ബാക്കിലോട്ട് പോട്ടെ. എടാ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞാടാ, ഉടനെ അവൻ പേടിക്കാനിരിക്കുന്നു. ഏതെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കുമോ ഗൈസ് ഇവന് ബാക്കിൽ പോകാൻ വേണ്ടി? അവിടെ കിടന്ന് ഉറങ്ങാനെങ്ങാണ്ടാണ് ഇവൻ്റെ പരിപാടി. ഓക്കെ, ഇറക്കമായിട്ട് നല്ല സ്പീഡിലാണ് വണ്ടി ഇറങ്ങി വരുന്നത്. ഓക്കെ, ബ്രേക്ക് ചവിട്ടി മെല്ലെ വണ്ടി ഇറക്കി അങ്ങ് വിടാം. ഓക്കെ, നമ്മൾ പിന്നെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകാനൊന്നും പറ്റത്തില്ല. ഇവന്മാരുടെ കൂട്ട് നമ്മൾ എക്സ്പ്രസ് ആണ്, അതുകൊണ്ട് ഇവന്മാരുടെ കൂട്ട് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞൊന്നും നടക്കാൻ പറ്റത്തില്ല. കണ്ടമാനം ഓവർടേക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അടിപൊളി ഒരു വളവാണ്. എന്തായാലും ആ വണ്ടി ഡീസൽ അടിക്കാൻ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി ഇതുവഴി പെട്ടെന്ന് പോകാൻ പറ്റും. ഫ്രണ്ടിലെങ്ങും ഒരു വണ്ടികളൊന്നും ഇല്ല, ഒരു വണ്ടി പോലും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്കങ്ങ് പോവാം. അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കുഴിയും അതുപോലെ ഓരോ ചുരങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഇടിച്ചേനെ. ഇതുപോലത്തെയൊക്കെ ഓരോ ചുരങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ അടി തട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഗൈസ്. ഇവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നിട്ടിരിക്കുവാണ്. അവിടെ ഒരു ആംബുലൻസ് ആണോ അത്?
ഒരു ഫോർച്യൂണറാണ് അതെന്തായാലും, അത് ഉറപ്പാണ്. ഒരു ബ്ലാക്ക് കളർ. നമുക്കും ഒരു ഫോർച്യൂണർ എടുക്കണം ഗൈസ്. നമ്മുടെ ഈ ഇന്നോവ ഉണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു ഫോർച്യൂണർ കൂടെ എടുക്കണം. ഈ വണ്ടിയെല്ലാം എവിടെ കൊണ്ട് ഇടുമെന്നുള്ളതാണ്. ഓക്കെ, 2 വണ്ടി നമ്മുടെ ഗ്യാരേജ്, നമ്മുടെ വീട്ടിലെ ആ ഒരു ഷെഡിൽ പറ്റത്തില്ല. കാരണം അവിടെ നമ്മുടെ ബസ് കൊണ്ടിടണ്ടേ അല്ലേ ഓരോ ട്രിപ്പിൻ്റെ തലേ ദിവസമൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടുന്ന് ഇനി കുറേ ദൂരമുണ്ട്. അപ്പോൾ എന്തായാലും രാവിലെ ആയിട്ട് കാണാം. ഇല്ലേ വീഡിയോ നല്ല ലെങ്ത് ആവും. നല്ല ലെങ്ത് ആയാൽ നിങ്ങൾക്ക് കാണാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം രാവിലെ ആയിട്ട് ഇനിയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരം ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ രാവിലെയൊക്കെ ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ നിങ്ങൾ പുതിയ ഏതാണ്ട് ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു, എന്താ അത്? അത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് കാറ് ഷോപ്പ് തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു പ്ലാനുണ്ട്. എന്തായാലും എവിടെയെങ്കിലും നോക്കി നമുക്ക് സെറ്റ് ആക്കാം. സെക്കൻഡ് ഹാൻഡ് കാറ് മാത്രമല്ല ഗൈസ്, കാറ്, ബസ്, ലോറി, അങ്ങനെ കിട്ടുന്ന ഐറ്റംസ് എല്ലാം വെച്ച്. ബൈക്കൊന്നും വേണ്ട. കാറ്, ബസ്, ലോറി അതുപോലുള്ള ഐറ്റംസൊക്കെ വെച്ച്. കൂടുതലും നമ്മൾ ബസ്സും ലോറിയൊക്കെ വെച്ചായിരിക്കും. ഈ ചെറിയ സാധനങ്ങളൊന്നും കാറൊക്കെ വെച്ച് നമ്മൾ ചെയ്യാൻ അധികം ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടാണ് നമ്മുടെ നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഓക്കെ നമ്മൾ മറ്റേ വണ്ടികൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു റൂട്ടിൽ കയറിപ്പോയി. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വളച്ചങ്ങ് എടുക്കാം. ഓക്കെ, ആ ഒരു സ്ലീപ്പർ അവിടെ കിടപ്പുണ്ട്. അവനൊക്കെ നൈറ്റാണ് ഇനി ഓട്ടം. നമുക്കെന്തായാലും അവിടെ കൊണ്ടങ്ങ് ഇടാം. ഇവനിനി രാവിലെ പോകേണ്ടതാണ്. കറക്റ്റ് രാവിലെ നല്ല മഴയുണ്ട് ഗൈസ്. നമുക്കിനിയും ഇവിടുന്ന് നേരെ വീട്ടിലോട്ട് പോയാൽ മതി. അതുകൊണ്ട് അവൻ കയറി വരുന്നുണ്ടോ? ഓക്കെ, ഒരു ചെറുക്കൻ ഫ്രണ്ടിലോട്ട് വന്ന് അവൻ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്ലീപ്പറിന് നൈറ്റ് പോയാൽ മതി. അപ്പം അതിന് മുന്നേ ഈ വണ്ടി പൊയ്ക്കോളുമായിരിക്കും. വേറെ ഡ്രൈവറൊക്കെ വന്ന് എടുത്തുകൊണ്ട് പൊയ്ക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വയ്ക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ ഗെയിമിംഗ് ഡ്രൈവർ ഒഫീഷ്യൽ എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ബൈ.